ഹലോ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ്. പ്രോബബിലിറ്റി നിങ്ങൾക്ക് അറിയാവുന്ന, ഒരുപാട് കേട്ടിട്ടുണ്ടാവാൻ ചാൻസ് ഉള്ളൊരു ടോപ്പിക്കാണ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞിട്ട്. ബേസിക് നിങ്ങൾ ഓൾറെഡി ലോജിക്കൽ പാർട്ടൊക്കെ എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പലപ്പോഴായിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു കോയിൻ ടോസ് ചെയ്താൽ ഹെഡ് വീഴാനുള്ള പ്രോബബിലിറ്റി, ടെയിൽ വീഴാനുള്ള പ്രോബബിലിറ്റി, അല്ലെങ്കിൽ 2 കോയിൻ ടോസ് ചെയ്താൽ, അല്ലെങ്കിൽ ഒരു ഡൈ ഇട്ടാൽ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് പ്രോബബിലിറ്റിയായി ബന്ധപ്പെട്ട് പറയാറുള്ളത്. പിന്നെ ചിലപ്പോൾ നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ 2 ക്ലാസ്സിൽ, ഒരു ക്ലാസ്സിൽ നമ്മൾ ബൈനോമിയൽ എടുത്തു, രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് എടുത്തു. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചോദിച്ചു നോക്കി, നമ്മൾ കമ്മിറ്റീൻ്റെ പ്രശ്നങ്ങൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കമ്മിറ്റിയിൽ 3 ആണുങ്ങളും 4 പെണ്ണുങ്ങളും ആണെന്നുണ്ടെങ്കിൽ, അപ്പം ഇതിൽ 2 പെണ്ണുങ്ങൾ സെലക്റ്റഡ് ആവാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? അങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ഇത് എത്രയൊക്കെ തരത്തിൽ ഈ കമ്മിറ്റി ഉണ്ടാക്കാം എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആദ്യം ബൈനോമിയൽ പറഞ്ഞു, അതിനുശേഷം പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻ പറഞ്ഞു, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രോബബിലിറ്റി പറയുന്നത്. സോ ആ ഓർഡറിൽ തന്നെ നിങ്ങൾ ഈ ക്ലാസ് പോകണം. ഓക്കെ. സോ യെസ്, പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു ഇവൻ്റ് ഉണ്ട്, ഒരു സംഭവം നടക്കുന്നുണ്ട്, ആ സംഭവം നടക്കാനുള്ള സാധ്യത എത്രയാണ് എന്നൊരു മാത്തമാറ്റിക്കലി മെഷർ ചെയ്യുന്നതിനെയാണ് പ്രോബബിലിറ്റി തിയറി എന്ന് പറയുന്നത്. ചില സാധനം പറയും, ഇതൊന്നും ഒരു കാലത്തും നടക്കാത്ത സംഭവങ്ങളാണ് എന്ന് പറയാറില്ലേ നമ്മൾ. കാരണം അത് പ്രോബബിലിറ്റി വെച്ചിട്ട് ഒരു തരത്തിലും നടക്കാൻ സാധ്യതയില്ലാത്തൊരു ഇവൻ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഇപ്പോൾ ഒരു പ്രേതത്തിനെ കണ്ടു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും നടക്കാൻ ചാൻസ് ഇല്ല എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള സാധനങ്ങളാണ്. ചിലത് ഭയങ്കര ഹൈലി പ്രോബബിൾ ഇവൻ്റ് ആയിരിക്കും, എന്ന് വെച്ചാൽ നടക്കാൻ ഭയങ്കര സാധ്യതയുള്ള ഇതായിരിക്കും. അതായത് ഇപ്പോൾ എന്താ പറയുക, ഭയങ്കര സാധ്യതയുള്ള ഇവൻ്റ് എന്താണ്? ഓക്കെ, ഒരു സാധ്യതയില്ലാത്ത ഇവൻറ്റ്സ് എന്താണ്? മേ ബി ലോട്ടറി അടിക്കാൻ ഭയങ്കര ഒരു സാധ്യത ഇല്ലെന്നല്ല, സാധ്യത ഭയങ്കര കുറവുള്ള ഒരു സാധനമാണ്. ഒരു ജോലി കിട്ടാൻ, ഇക്കാലത്ത് ജോലി കിട്ടാൻ സാധ്യത എന്താണെന്ന് എനിക്കറിയില്ല. സോ മേ ബി ചിലപ്പോൾ സാധ്യതയുള്ള ഇവൻ്റ് ആയിരിക്കും, സാധ്യതയില്ലാത്ത ഇവൻ്റ് ആയിരിക്കും. നമ്മളുടെ ഒരു പെർഫോമൻസും പിന്നെ ജോലി അവൈലബിലിറ്റിയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് വേരിയബിൾസ് ഉണ്ട് ഒരു പ്രോബബിലിറ്റി മെഷർ ചെയ്യുന്ന സമയത്ത്, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ഇതൊക്കെ വെച്ചിട്ട് ഒരു മാത്തമാറ്റിക്കലി ഒരു വാല്യൂ അസൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. പ്രോബബിലിറ്റീൻ്റെ വാല്യൂ 0നും 1നും ഇടയ്ക്കായിരിക്കും. തീരെ സാധ്യത ഇല്ല എന്നുള്ള ഇവൻറ്റിനെയാണ് നമ്മൾ 0 പ്രോബബിലിറ്റി എന്ന് വിളിക്കുന്നത്. എന്തായാലും നടക്കും എന്നുള്ള ഇവൻറ്റിനെയാണ് 1 എന്നുള്ള സാധ്യത വിളിക്കുന്നത്. ഇപ്പം നമ്മളുടെ വയസ്സ് ഇങ്ങനെ കൂടിക്കൂടി പോകുന്നു, അതെന്തായാലും കൂടും, മാറ്റമൊന്നുമില്ല. സോ അതൊരു പ്രോബബിലിറ്റി 1 ആയിട്ടുള്ള ഇവൻ്റാണ്. വയസ്സ് കൂടും എന്നുള്ളത് പ്രോബബിലിറ്റി 1 ആയിട്ടുള്ള ഒരു ഇവൻ്റാണ്. ഓക്കെ, അങ്ങനെയുള്ള ഇവൻ്റ് ഷുവർ ഇവൻറ്റ്സ് എന്ന് പറയും, എന്തായാലും നടക്കുന്നുള്ള ഇവൻറ്റ്സ്. ഇതിൻ്റെ ഇടയ്ക്ക് ഉള്ള വാല്യൂസാണ് നമുക്ക് കുറച്ച് സാധ്യത, കൂടുതൽ സാധ്യത എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധ്യത വരുന്നത്. ഓക്കെ, അപ്പം ഒരു മാത്തമാറ്റിക്കലി ഒരു ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി, ഒരു സംഭവം നടക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എ ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്നുള്ളതാണ്. ഇതാണ് പ്രോബബിലിറ്റിയിലെ ഒരു തിയറി എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു തിയറി എന്ന് പറയുന്നത് ഇതാണ്. മൊത്തം എത്ര ഔട്ട്കംസ് ഉണ്ട് ഒരു ഇവൻറ്റിന്, അതിൽ എത്ര എണ്ണം നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ളതുണ്ട്, അത് തമ്മിലുള്ള റേഷ്യോനെയാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എക്സാമ്പിൾസ് എടുത്ത് ചെയ്യാം, അപ്പോഴായിരിക്കും കുറച്ചും കൂടെ ക്ലിയർ ആവുക. ഇപ്പോൾ കുറച്ച് സ്ഥിരമായിട്ട് വരുന്ന കുറച്ച് കേസസ് ആണ്. ഒന്ന് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഹെഡ് ഓർ ടെയിൽ. ഒരു കോയിൻ ടോസ് ചെയ്യുന്നു, അതിന് 2 വശങ്ങളാണുള്ളത്. ഒരു സൈഡിനെ നമ്മൾ ഹെഡ് എന്ന് വിളിക്കും, ഒരു സൈഡിനെ ടെയിൽ എന്ന് വിളിക്കും. എനിക്കിപ്പോഴും അറിയില്ല കേട്ടോ, ഏത് സൈഡാണ് ഹെഡ്, ഏത് സൈഡാണ് ടെയിൽ എന്നുള്ളത്. പ്രോബബിലിറ്റി മൊത്തം പഠിച്ചാലും ഏതാണ് ഏതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. നമ്പറുള്ള സൈഡിനാണോ നമ്മൾ ഹെഡ് എന്ന് വിളിക്കുക? ഐ ഡോണ്ട് നോ. എന്തായാലും ഒരു സൈഡിനെ നമ്മൾ ഹെഡ് എന്നാണ് വിളിക്കുക, മറ്റേ സൈഡിനെ നമ്മൾ ടെയിൽ എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പോൾ 2 പോസിബിലിറ്റീസ് ആണുള്ളത് അല്ലേ. ഒന്നുകിൽ ഹെഡ് വീഴാം, അല്ലെങ്കിൽ ടെയിൽ വീഴാം. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് ഇവിടെ എന്താണ്? 2 ആണ്. ഓക്കെ, ഇനി നമ്മളോട് ചോദിക്കുന്നത് ഹെഡ് വീഴാനുള്ള പ്രോബബിലിറ്റി എത്രയാണ് എന്ന് വിചാരിക്കാം. ഓക്കെ, ഈ ഹെഡിലും ടെയിലിലും 2 ഓപ്ഷൻസ് അല്ലേ ഉള്ളൂ. ഇതിൽ എത്ര ഹെഡ്സ് ഉണ്ട്?
ഒരു ഹെഡ് മാത്രമേ ഉള്ളൂ, മറ്റേത് ടെയിലാണ്. സോ 1/2. ഓക്കെ, അങ്ങനെയാണ് ഇത് വരുന്നത്. ഫേവറബിൾ എന്താ? ഹെഡ് വീഴുക എന്നുള്ളതാണ്. മൊത്തം എത്ര ഔട്ട്കം ഉണ്ട്? ഹെഡ് ടെയിൽ എന്ന് പറഞ്ഞാൽ 2 ഔട്ട്കം ഉണ്ട്. ഓക്കെ, ഇനി കുറച്ചുകൂടി ഈസി ആയിട്ട് രണ്ട് കോയിൻസ് ടോസ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പം ഒരെണ്ണത്തിൽ ഹെഡ് വീഴാം, 2 കോയിൻസ് ഉണ്ട് അല്ലേ, ഒരെണ്ണത്തിൽ ഹെഡ് വീഴാം, മറ്റേതിലും ഹെഡ് വീഴാം. സോ ഇറ്റ് കുഡ് ബി HH. ഒരെണ്ണത്തിൽ ഹെഡ് വീണിട്ട് മറ്റേതിൽ ടെയിൽ വീഴാം അല്ലേ, അങ്ങനെ സംഭവിക്കാമല്ലോ, മറ്റേതിൽ ടെയിൽ വീഴാം. ഓക്കെ, ഒരെണ്ണത്തിൽ ടെയിൽ വീണിട്ട് മറ്റേതിൽ ഹെഡ് വീഴാം അല്ലേ. ഒരെണ്ണത്തിൽ ഹെഡ് വീണിട്ട് മറ്റേതിൽ ടെയിൽ വീഴാം. എവിടെയാണ് എത്തിയത്? This is T and H. Now this is H and T. പിന്നെയോ രണ്ടിലും ടെയിൽ വീഴാം. ഓക്കെ, രണ്ടും ടെയിൽ വീഴാം. ഇങ്ങനെ 4 പോസിബിലിറ്റീസ് ഉണ്ട് അല്ലേ, 4 സാധ്യതകളുണ്ട്. 4 തരത്തിൽ 2 കോയിൻസ് ടോസ് ചെയ്താൽ വരാനുള്ള സാധ്യതകളുണ്ട്. സോ 4 ടോട്ടൽ ഔട്ട്കംസ് ഉണ്ട്. ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് രണ്ടും ഹെഡ് ആവാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്ന് ചോദിച്ചിരിക്കാം. ലൈക്ക് ബോത്ത് outcomes to be head. രണ്ടും ഹെഡ് ആവാനുള്ള പ്രോബബിലിറ്റി, രണ്ടും ഹെഡ് ആയിട്ടുള്ള എത്ര കേസസ് ഉണ്ട്? ജസ്റ്റ് ഇത് മാത്രമേ ഉള്ളൂ അല്ലേ, കാരണം ഇത് ഒരു ടെയിലാണ്, ഇത് ഒരു ടെയിലുണ്ട്, ഇത് പിന്നെ രണ്ടും ടെയിലാണ്, അങ്ങോട്ട് നോക്കേ വേണ്ട. ഓക്കെ, സോ രണ്ടും ഹെഡ് ആവാനുള്ള കേസസ് എന്ന് പറഞ്ഞാൽ ഒറ്റൊന്നേ ഉള്ളൂ. ഇറ്റ്സ് ബേസിക്കലി ഒറ്റ ഔട്ട്കമ്മേ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ളൂ. 4 ഔട്ട്കംസ് ആണ് ടോട്ടൽ ഉള്ളത്. ഓക്കെ, ചിലപ്പോൾ ഇങ്ങനെ ചോദിച്ചെന്ന് വിചാരിക്കാം, 1 head and 1 tail. ഒരു ഹെഡും ഒരു ടെയിലും വീഴാനുള്ള പ്രോബബിലിറ്റി. അപ്പോഴും ടോട്ടൽ നമുക്ക് 4 എണ്ണാണുള്ളത്. ഒരു ഹെഡും ഒരു ടെയിലും എന്നേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ. അത് ആദ്യം ഹെഡ് പിന്നെ ടെയിൽ എന്നാകാം, അല്ലെങ്കിൽ ആദ്യം ടെയിൽ പിന്നെ ഹെഡ് എന്നാവാം. ഈ 2 കേസസും പറ്റും അല്ലേ. ഇത് പറ്റില്ല, കാരണം എന്താ, രണ്ടും ഹെഡാണ്. ഇതും പറ്റില്ല, രണ്ടും ടെയിലാണ്. ഒരു ഹെഡ് ഒരു ടെയിൽ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ TH എന്ന് വരും, അല്ലെങ്കിൽ HT എന്ന് വരും. അപ്പോൾ എത്രയുണ്ട്? 2/4. 2 എണ്ണമാണ് അതിൽ നമുക്ക് ഫേവറബിൾ ഔട്ട്കം ഉള്ളത്. ഇങ്ങനെയാണ് എന്താ പറയുക, കോയിനുകളുടെ ഒരു കേസ് വരുന്നത്. ഓക്കെ, എപ്പോഴും ഇതാണ്, മൊത്തം എത്ര ഔട്ട്കം ഉണ്ടെന്ന് നോക്കുക, നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള എത്ര ഔട്ട്കം ഉണ്ടെന്ന് നോക്കാം, അത്രയേ ഉള്ളൂ ഇതിനകത്ത് തിയറി. വേറൊരു കേസ് നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കുക, ഡൈനെ പറ്റിയിട്ടാണ്. ഡു ഓർ ഡൈ. ആ ഡൈ അല്ല, മറ്റേ പാമ്പും കോണിയൊക്കെ കളിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഒരു ഡൈ ഇല്ല, ഇങ്ങനെ 1 2 3 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഈ ഡൈ. ഓക്കെ, അപ്പോൾ ഡൈയിൽ ഏതൊക്കെ നമ്പേഴ്സാണ് ഉള്ളത്? 1 2 3 4 5 6 6 എന്താണ് 6 നമ്പേഴ്സാണ് ഡൈയിലുള്ളത്. ഓക്കെ, ഓക്കെ, സോ 6 പോസിബിൾ ഔട്ട്കംസ് ഉണ്ട്. പോസിബിൾ ഔട്ട്കം എന്താ, എന്തൊക്കെ തരത്തിൽ ഇത് വീഴാം എന്നുള്ളതാണ് പോസിബിൾ ഔട്ട്കംസ്. 1 വീഴാം, 2 വീഴാം, 3 വീഴാം, 4 വീഴാം, 5 വീഴാം, 6 വീഴാം. 6 തരത്തിൽ ഇത് വീഴാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഓരോരോ കേസായിട്ട് നോക്കാം. നമുക്കിപ്പോൾ എന്താ ചോദിക്കാം, 1 വീഴാനുള്ള പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 1 എത്രയാ? 1 എന്ന് പറഞ്ഞാൽ ഒറ്റൊന്നേ 1 ഉള്ളൂ അല്ലേ. ടോട്ടൽ എത്രയുണ്ട്? മൊത്തം 6 എണ്ണം ഔട്ട്കം ഉണ്ട്. മേലെ എന്താ എഴുതേണ്ടത്? നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള എത്ര കേസസ് ഉണ്ടെന്ന്. അത് എത്രയാ? 1 എന്ന് പറഞ്ഞാൽ ഒറ്റൊന്നേ ഉള്ളൂ. ഓക്കെ, ടോട്ടൽ എത്ര കേസസ് ഉണ്ട് അതാണ് താഴെ എഴുതേണ്ടത്. 6. ഇങ്ങനെ ചോദിച്ചു വിചാരിക്കാം, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഓഡ് നമ്പർ. ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് ഓഡ് നമ്പേഴ്സ് ഇതിനകത്തുള്ളത്? 1 3 5. ഇതിലേത് വീണാലും എന്താണ്? ഓഡ് നമ്പർ ആണ് അല്ലേ. എത്ര എണ്ണം ഉണ്ട്? ഇത് 3 എണ്ണം ഉണ്ട്. ഓക്കെ, പിന്നെ ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 6 ആണ് ടോട്ടൽ. സോ ദിസ് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഓഡ് നമ്പേഴ്സ്. ഇനി ഈവൺ നമ്പർ ചോദിച്ചാൽ അപ്പോൾ എന്തായിരിക്കും? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് an even number. ഈവൺ നമ്പർ ഏതൊക്കെയാ? 2 4 6 അല്ലേ. അത് എത്ര എണ്ണം ഉണ്ട്? 3. again is 3 out of 6. ഓക്കെ, ഇനി ഇതിൽ നോക്കിയൊക്കെ എളുപ്പമാണ് അല്ലേ. ഇനിയിപ്പോൾ
പ്രൈം നമ്പർ ചോദിച്ചു എന്ന് വിചാരിക്കുക. പ്രൈം നമ്പർ ഏതൊക്കെയാണ് ഇതിനകത്ത്? 2, 3 and 5 അല്ലേ? അപ്പോൾ എത്രയാണ്? 3 എണ്ണാണുള്ളത്. സോ 3/6. ഇനിയിപ്പോൾ നമ്പർ ഡിവിസിബിൾ ബൈ 3 എന്ന് ചോദിച്ചിട്ട് വിചാരിക്കുക. ഡിവിസിബിൾ ബൈ 3 ഏതൊക്കെയാണുള്ളത്? 3ഉം 6ഉമാണ് ഡിവിസിബിൾ ബൈ 3. അങ്ങനെ ഓരോന്നും ഏതാണ് കേസ് എന്നെടുത്തിട്ട് അതിൽ എത്ര നമുക്ക് വേണ്ടത് ഏതൊക്കെയുണ്ടെന്ന് കണ്ടുപിടിച്ചിട്ട് ചെയ്യാം. ചിലപ്പം ഒരു ഒറ്റ കൈക്ക് ഇവർ 2 ഡൈ 2 ഡൈ പ്ലൂറലാണെന്ന് തോന്നുന്നു അല്ലേ? ഡൈസ് ത്രോൺ സൈമൾട്ടേനിയസ്ലി അങ്ങനെ വരാറുണ്ട്. അപ്പോൾ 2 ഡൈകളുണ്ട്, ഒരേ സമയം 2 എണ്ണം. അങ്ങനത്തെ ഏതൊക്കെയോ കളിയില്ല, പകിട കളി എന്നൊക്കെ പറഞ്ഞിട്ട് 2 പകിട ഒന്നിച്ചിട്ടിട്ട് അങ്ങനത്തെ കളിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ 2 ഡൈ ഉണ്ട് ഒന്നിച്ചിടുന്നത്. അപ്പോൾ ഈ ഡൈയിൽ 1 ആണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഡൈയിൽ എന്ത് വരാം? 1 വരാം, അല്ലെങ്കിൽ 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം, 6 വരാം അല്ലേ? പിന്നെ ഈ ഡൈയിൽ 2 വീണെന്ന് വിചാരിക്കാം. അപ്പോഴും ഈ ഡൈയിൽ എന്ത് വരാം? 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം, 6 വരാം അല്ല 5 വരാം, 6 വരാം അല്ലേ? അപ്പോൾ ഇതിനെ എങ്ങനെ ടുഗെദർ നമ്മൾ എങ്ങനെ എഴുതാമെന്ന് വെച്ചാൽ 1 1 1 2, അതായത് ഇത് ഒന്നാമത്തേൽ വീഴുന്ന നമ്പർ, ഇത് രണ്ടാമത്തേൽ വീഴുന്ന നമ്പർ. 1 3 1 4 1 5 1 6. ഓക്കെ, ഇനി ഇപ്പുറത്തേൽ 2 വീണം, ആദ്യത്തേൽ 2 വീണെന്ന് വിചാരിക്കുക. 2 2 2 3 ഇങ്ങനെ 2 6 വരെ. ഇതുപോലെ എന്ത് വരും? 3 1 3 2 3 3 അങ്ങനെ പോകും. 4 1 4 2 അങ്ങനെ പോകും. 5 1 5 2 അങ്ങനെ പോകും. 6 6 2 എന്ന് പറഞ്ഞിട്ട് അതും അങ്ങനെ പോകും അല്ലേ? ഇത് എത്ര എണ്ണം ഉണ്ടാകും? ഇത് 6 എണ്ണം, ഇത് 6 എണ്ണം, ഇത് 6, ഇത് 6, ഇത് 6, ഇത് 6. അപ്പോൾ 6 × 6 36 പോസിബിലിറ്റീസ് ഉണ്ടാകും. എന്ത്? 2 ഡൈ എറിയുന്ന സമയത്ത്. ഓക്കെ ഓക്കെ അപ്പം ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഒരു ഡൈ ആണ് എറിയുന്നതെന്ന് വെച്ചാൽ 6 പോസിബിലിറ്റീസ്. 2 ഡൈ ആണ് എറിയുന്നതെന്ന് വെച്ചാൽ 6ൻ്റെ സ്ക്വയർ. 3 ആണെങ്കിലോ 3, 4 ആണെങ്കിലോ 4. ഇങ്ങനെയാണ് ഇത് പോകുന്നത്. ഓക്കെ, എത്ര തവണ ഡൈ എറിയുന്നോ 6 പവർ അത്രയും പോസിബിലിറ്റീസ് ഉണ്ടായിരിക്കും. ഒരു 3 തവണ ഡൈ എറിയുന്ന കേസസ് ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ചോദിക്കത്തില്ല, 2 മാക്സിമം ചോദിച്ചു കണ്ടിട്ടുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെയാണ് എന്ത് നമ്മളുടെ കോയിൻ്റെ കേസിലും. ഒരു കോയിനാണ് എറിയുന്നതെന്ന് വെച്ചാൽ 2 ഹെഡ് ടെയിൽ എന്ന് 2 ഔട്ട്കമാണ് ഉണ്ടാവുക. 2 കോയിൻ എറിയുമ്പോഴേക്ക് നമ്മൾ എന്ത് കണ്ടു? 4 പോസിബിലിറ്റീസ്. ഹെഡ് 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 ടെയില് ടെയില് ഹെഡ് ടെയില് ടെയില് ഇങ്ങനെ 4 പോസിബിലിറ്റീസ് കണ്ടു. ഇനി 3 കോയിൻ എറിയുവാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങൾ എഴുതി നോക്കിക്കഴിഞ്ഞാൽ 2 റേസ്റ്റ് ക്യൂബ് 2 അതായത് ഇതെന്ന് പറഞ്ഞാൽ 2 എപ്പോഴും സെയിം ആയിരിക്കും. ഇവിടെ എത്ര കോയിൻസ് എറിയുന്നു എന്നുള്ളതാണ് മേലെ പവറായിട്ട് വരിക. ഇതെങ്ങനെയാണെന്ന് അറിയുക വരിക? 3 കോയിൻസ് ഉണ്ടല്ലോ, ബേസിക്കലി 3 എൻട്രീസ് ഉണ്ടായിരിക്കും. പിന്നെ ഇത്, പിന്നെ ഇത്, പിന്നെ ഇത് അല്ലേ? പിന്നെയോ 2 ടെയില് വീണെന്ന് വിചാരിക്കാം. പിന്നെ എല്ലാം ടെയില്. ഇങ്ങനെ 8 പോസിബിലിറ്റീസ് ഉണ്ടായിരിക്കും 3 കോയിൻ എറിയുന്ന സമയത്ത്. 4 കോയിൻ എറിയുകയാണെങ്കിൽ അപ്പോൾ എത്ര ഉണ്ടായിരിക്കും? 2/4. ഇങ്ങനെയാണ് ഇത് പോകുന്നത്. ഓക്കെ, സോ എപ്പോഴും എന്ത് ചെയ്യുക? ടോട്ടൽ നമ്പർ എത്ര കേസസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കുക. അതിൽ നമുക്ക് വേണ്ടത് എത്ര കേസസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. അത്രയേ ഉള്ളൂ പ്രോബബിലിറ്റി. ദാറ്റ് ഈസ് ദ ഓൺലി തിയറി യു ഹാവ് ടു ലേൺ ഇൻ ദ പ്രോബബിലിറ്റി. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിൽ നോക്കാമല്ലേ. നോക്കി ഇതിൽ ആകെ വരുന്നത് ഈ പറഞ്ഞ പോലെ കുറച്ചൊരു ഈ അറ്റ്ലീസ്റ്റ്, അറ്റ്മോസ്റ്റ് അങ്ങനത്തെ വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യും എന്നുള്ളതാണ്. അത് ക്രാക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ദെൻ ഇറ്റ്സ് ഈസി ക്രോസ് ചെയ്യാം. ഓക്കെ, എ ഫെയർ കോയിൻ ഫ്ലിപ്ഡ് 3 times. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ 3 തവണ എറിയുന്ന കേസസ് ആണ്. അതായത് എച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് 3 സാധനം വരുന്ന സാധനമാണ് പറഞ്ഞിരിക്കുന്നത്. ദ പ്രോബബിലിറ്റി ഓഫ് ഒബ്റ്റെയിനിങ് അറ്റ്ലീസ്റ്റ് 1 ടെയിൽ, ഒരു ടെയിൽ എങ്കിലും വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാമല്ലോ. നമ്മൾ 3 എണ്ണം എറിയുമ്പോൾ എത്ര കേസസ് ഉണ്ടെന്നാണ് പറഞ്ഞത്? 2/3 കേസസ് അല്ലേ? അപ്പോൾ 8 കേസസ് ഉണ്ട്. ഏതൊക്കെയാണ് കേസസ്?
എല്ലാം ഹെഡ് വരാം. പിന്നെ ഒരു ടെയിൽ വന്നെന്ന് വിചാരിക്കാം. ഇങ്ങനെ വരാം. ഇനി 2 ടെയിൽ വന്നെന്ന് വിചാരിക്കാം. അല്ലേ? ഇനി 3 ടെയിൽ വന്നു. ഇപ്പം 8 ആയോ? 1 2 3 4 5 6 7. ഇതാണ് 8 പോസിബിൾ കേസസ്. എന്താ നമുക്ക് ചോദിച്ചിരിക്കുന്നത്? അറ്റ്ലീസ്റ്റ് 1 ടെയിൽ, ഒരു ടെയിലെങ്കിലും വേണം. അറ്റ്ലീസ്റ്റ് 1 ടെയിൽ. ഓക്കെ, ഒരു ടെയിലെങ്കിലും വേണം എന്ന് വെച്ചാൽ എന്താണ്? ഒരു ടെയിലാവാം, 2 ടെയിലാവാം, 3 ടെയിലാവാം, അല്ലേ? ഒരു ടെയിൽ 0 ടെയിൽ പറ്റുമോ? ഇല്ല, കാരണം മിനിമം ഒരെണ്ണെങ്കിലും വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എത്ര കേസസ് ഉണ്ട്? ഇതിലൊരു ടെയിലുണ്ടോ? ഫസ്റ്റ് കേസിൽ ഒരു ടെയിലുണ്ടോ? ഇല്ല, അല്ലേ? അപ്പോൾ ഇത് പറ്റത്തില്ല. ഇത് പറ്റുമോ? ഉണ്ട്, അതിലൊരു ടെയിലുണ്ട്. ഇത് പറ്റുമോ? ഇതിലൊരു ടെയിലുണ്ട്. ഇതിലൊരു ടെയിലുണ്ടോ? ഉണ്ട്. ഇതിലൊരു ടെയിലുണ്ടോ? ഒരു ടെയിലെങ്കിലും ഉണ്ടോ? ഉണ്ട്, അല്ലേ? കാരണം 2 എണ്ണം ഉണ്ട്. 1 മതി നമുക്ക്. 2 എണ്ണം ഉണ്ടെങ്കിൽ ലാഭമാണ്. ഇത് പറ്റുമോ? പറ്റും. ഇത് പറ്റുമോ? പറ്റും. ഇത് പറ്റുമോ? പറ്റുമോ? ഹൈ, അതിന് 3 എണ്ണം ഉണ്ട്. വി ആർ ടോട്ടലി ഹാപ്പി. അപ്പോൾ നമുക്ക് ഫേവറബിൾ എത്ര കേസസ് ഉണ്ട്? എണ്ണ നോക്ക്. 1 2 3 4 5 6 7 എണ്ണം നമുക്ക് പറ്റുന്ന കേസസ് ആണ്. ടോട്ടൽ എത്ര എണ്ണം ഉണ്ട് എന്നാ പറഞ്ഞത്? 8 എണ്ണം ഉണ്ട്. സോ 7/8. 7/8 എത്ര വാല്യൂ? കാരണം ഇവിടെ ഡെസിമൽ ആണ് തന്നിരിക്കുന്നത്. 7/8 ഇസ് ഹൗ മച്ച്? 7/8 ഹരിച്ച എത്ര തരാം? So this is 7, so point 8 8 ആണ് 64, 60, 7, 56, 4, 8 7 എന്ന് വരും. ആണോ? അതെ, കറക്റ്റാണ്. കണ്ടോ? അത്രയേ ഉള്ളൂ. ലോജിക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ജസ്റ്റ് സിമ്പിൾ. അവിടെ നോക്കാം, ഇത് നോക്കാം. an unbiased coin, അതൊരു പഞ്ചരങ്ങ് പറയുന്നതാണ് unbiased coin. അതായത് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം വേറെ കള്ളക്കളിയൊന്നും കളിക്കുന്നില്ല. മറ്റേ ചീട്ട് കളിയിലൊക്കെ നിങ്ങൾ കണ്ടില്ലേ, കുറേ കള്ളക്കളികളൊക്കെ കളിക്കും. അതുപോലെ അൺബയസ്ഡ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഭാഗത്തധികം വെയിറ്റ് ഒന്നും വെച്ചിട്ടില്ല. ഇറ്റ്സ് ജസ്റ്റ് ഫെയർ എന്നാണ് പറയുന്നത്. an unbiased coin is tossed 4 times. The probability of getting exactly 2 heads and 2 tails in any order is, അതായത് 4, ഷിറ്റ്, ഞാനിപ്പോൾ പറഞ്ഞതേ ഇല്ല 4 എണ്ണം ഉണ്ടാവില്ല എന്നുള്ളത്. നോക്കാം നമുക്ക്. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എക്സാക്ട്ലി 2 heads പ്ലസ് 2 tails ഇൻ എനി ഓർഡർ. 2 ഹെഡും 2 ടെയിൽ വേണമെന്നേ ഉള്ളൂ. ഏത് ഓർഡറിൽ വേണമെങ്കിലും ആക്കാം. ഓക്കെ, സോ 4 കോയിൻ. ദിസ് ഇസ് റിസ്കി. അപ്പോൾ എത്ര വരും? 2 raised to, അല്ലേ? 2 raised to 4 എന്ന് പറഞ്ഞാൽ എത്ര? 16. ഞാനിന്ന് 16 എണ്ണം എഴുതണം അല്ലേ? കുറച്ചെണ്ണം നിങ്ങൾ എഴുതുമെന്നാ. H is there. പിന്നെ H T H T പിന്നെന്താ? T H. ഓക്കെ, ഇനി 2 ടെയിൽ വന്ന H T T H T ഇനി T H. ഏതെങ്കിലും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് പറയണേ. T H. ഇനി ഇൻ ബിറ്റ്വീൻ ഏതാ ഉള്ളത്? 1 2 3 4 5 ആയിട്ടുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് എന്തോന്ന് മിസ്സാക്കിയിട്ടുണ്ടല്ലോ ഞാൻ. H T H ഇത് ഞാൻ എഴുതിയിട്ടില്ലല്ലോ അല്ലേ? ഇല്ല. ഓക്കെ, ഇനി ഏതാ? ഇനി 3 ടെയിൽ. T H T H. ഞാൻ എന്താണെന്നറിയോ ചെയ്യുന്നത്? ഞാനിവിടെ ഒരെണ്ണം തുടങ്ങും, എന്നിട്ട് ഞാനിങ്ങനെ എച്ചിനെ ഇങ്ങനെ പൊസിഷൻ മാറ്റിക്കൊടുത്ത് അങ്ങനെയാണ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇനി ലാസ്റ്റ് എന്താ ഉള്ളത്? T അല്ലേ? ഇപ്പോൾ ആയോ? 1 ഇവിടെ 1 2 3 4 1 2 3 4 5 6 1 2 3 4 എവിടെയോ 1 എല്ലാം കൂടെ കൂട്ടിയാൽ 16 എണ്ണാവോ? 6 4 10
6, 16. ഓക്കെ, ഇത്രയും പോസിബിലിറ്റീസ് ആണുള്ളത്. എന്താണ് ചോദിച്ചിരിക്കുന്നത്? 2 head and 2 tail വേണം. ഓക്കെ, അപ്പോൾ ഇത് പറ്റുമോ? ഇത് പറ്റുമോ? ഇല്ല. ഇതിൽ 2 head and 2 tail ആണോ? അപ്പോൾ ഇതൊന്നും പറ്റത്തില്ല. ഇതിൽ 2 head and 2 tail ആണോ? ഇതെല്ലാം പറ്റും. സോ വി ഹാവ് 6. ഇതൊക്കെ പറ്റും അല്ലേ? ഇത് പറ്റുമോ? ഇല്ല, കാരണം അത് പറ്റില്ല. ഇത് പറ്റുമോ? ഇല്ല. അതായത് 2 ഹെഡും 2 ടെയിലും വേണം എന്നാണ് പറഞ്ഞത്. സോ ഈ 6 എണ്ണവും എന്താണ്? നമുക്ക് ഫേവറബിൾ ആണ്. സോ ഫേവറബിൾ 6 എണ്ണം ഉണ്ട്. ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 16 ഉണ്ട്. ഓക്കെ, പക്ഷെ നമുക്ക് ഡെസിമലിലാണ് ആൻസർ വേണ്ടത്. സോ 6നെ 3/8 എന്ന് എഴുതാം, കാരണം വെട്ടി ചെറുതാക്കിയാൽ ഡിവൈഡ് ചെയ്താൽ 324 2 7 8 എത്രയാ? 7 ആണോ? 7×56. ഓക്കെ, സോ ഇറ്റ്സ് ബേസിക്കലി 0.37 എന്നും പറഞ്ഞു വരും. ശരിയാണോ? അതെ. ഓക്കെ, അപ്പം ചെയ്തത് മനസ്സിലായല്ലോ. നമുക്ക് 4 കോയിൻ ടോസ് ചെയ്യുമ്പോൾ 4 പൊസിഷൻ ഉണ്ട് ഫില്ല് ചെയ്യാൻ. 4 HHHHHTH ഇങ്ങനെ എഴുതി നോക്കുമ്പോൾ ഇതിൽ ഈ 6 കേസസ് ആണ് 2 ഹെഡ് 2 ടെയിൽ എന്നുള്ളത്. സോ ആ 6/16 ആണ്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഇതിപ്പോൾ ഇത്രയും എഴുതൽ ഇസ് നോട്ട് അറ്റ് ഓൾ പോസിബിൾ. ഒരു 5 കോയിനൊക്കെ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉപ്പാട് വരും പരീക്ഷയുടെ സമയത്ത്. ഓക്കെ, സോ ഇറ്റ്സ് നോ വേ പോസിബിൾ വി ക്യാൻ റൈറ്റ് ഓൾ ദ ഔട്ട്കംസ്. സോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് ഡിനോമിനേറ്റർ എന്താണെന്ന് നമ്മളിപ്പോൾ കണ്ടു. സോ അതെപ്പോഴും എന്താണ്? 2 എന്ന് പറഞ്ഞിട്ടാണ് വരിക. നമ്മളെ ഫേവറബിൾ ഔട്ട്കംസ് എത്രയാണ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്ക് എത്ര ഉണ്ട്? 4 കോയിൻസ് ഉണ്ട്. 4 കോയിൻസ് ഉണ്ട്. സോ 4 പൊസിഷൻ ഫില്ല് ചെയ്യാനുണ്ട്. ഓക്കെ, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 2 ഹെഡ് 2 ടെയിലും. സോ 2 ഹെഡ് 2 ടെയിലാണ് ഫില്ല് ചെയ്യേണ്ടത്. ഇത് ഓർക്കുന്നുണ്ടോ? നമ്മൾ മറ്റേ റോസ് എന്ന് പറഞ്ഞിട്ട് എത്ര തരത്തിൽ എഴുതാമെന്ന് ചോദിച്ചായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് ഓൾ അല്ലെങ്കിൽ അള്ള എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് എത്ര തരത്തിൽ അറേഞ്ച് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയല്ലേ ഇതും വരുന്നേ? HHTT ആണെന്നല്ലേ ഉള്ളൂ, ലെറ്റേഴ്സ് അല്ല എന്നല്ലേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നും ഇല്ലല്ലോ ഇതിനകത്ത്. ഇല്ല. സോ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം എന്നാണ് നമ്മൾ പറഞ്ഞത്? ടോട്ടൽ എത്ര എണ്ണം ഉണ്ട് അത് ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എത്ര എണ്ണം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഫാക്ടോറിയൽ. ഇത് 2 എണ്ണം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടല്ലോ, ഉണ്ട്. ഇത് 2 എണ്ണം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടല്ലോ, ഉണ്ട്. കണ്ടോ? ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 4. ഇത് നമ്മൾ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻസ് നിർബന്ധമായും പഠിച്ചത് ഇതുകൊണ്ടാണ്. സോ ഇറ്റ്സ് ജസ്റ്റ് ഈസി. സോ ഇതെന്താണ്? ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 3 × 4 കിട്ടിക്കഴിഞ്ഞാൽ 2. സോ ദിസ് ഇസ് 6. നമ്മൾ മൊത്തം ഇരുന്ന് എഴുതേണ്ട ആവശ്യമില്ല. ഇത്ര ഈസി ആയിട്ട് നമുക്ക് അവിടെ 6 എന്ന് കിട്ടും. ഓക്കെ, എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായോ? ഇനിയിപ്പോൾ 3 ഹെഡ് പ്ലസ് 1 ടെയില് എന്ന് ചോദിച്ചെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് വരും? അപ്പോഴും നമുക്ക് 4 പൊസിഷൻ തന്നെയാണുള്ളത്. പക്ഷേ എന്താണ്? സോ 4 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ, പക്ഷേ 3 എണ്ണമാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത് അല്ലേ? സോ 3 ഫാക്ടോറിയൽ എന്നാണ് വരിക. സോ 4 പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ. ആണോ? 3 ഹെഡും 1 ടെയിലും വരുന്ന പോസിബിലിറ്റീസ് ഏതൊക്കെയാണ്? ഇതാണ് അല്ലേ? അത് എത്ര എണ്ണം ഉണ്ട്? 4 ആണുള്ളത്. സോ അങ്ങനെയാണിത് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അതിനകത്ത് കോമ്പിനറ്റോറിയൽസ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഇപ്പോൾ ആദ്യമായിട്ട് കേൾക്കുവാണെങ്കിൽ യു ഡോണ്ട് ഹാവ് ടു വെറി അബൌട്ട് ഇറ്റ്. നമ്മൾ ആദ്യമായിട്ട് പറയുന്നതുകൊണ്ടാണ് 1-2 എണ്ണം ചെയ്യുമ്പോൾ ഒരു എന്താ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, ഇത് നോക്കാം. A noun contains 3 red, 5 black, 7 yellow balls. Okay, if a ball is drawn at random, then the probability that the ball drawn is not yellow. Okay, ഒരു ബോൾ ഉണ്ട്, ഒരു ബോൾ എടുക്കുന്നു. അപ്പോൾ ഈ ബോൾ എന്താവരുത്? യെല്ലോ ആവരുത്. ഓക്കെ, യെല്ലോ ആവരുത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് എന്താവാം? റെഡോ ബ്ലാക്കോ ആവാം. റെഡും ബ്ലാക്കും മൊത്തം എത്ര എണ്ണം ഉണ്ട്? 8 എണ്ണം ഉണ്ട്. മൊത്തം എത്ര ഉണ്ട്? 8 മൊത്തം എത്ര ബോൾസ് ഉണ്ട്? അപ്പോൾ 8 എണ്ണമാണ് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കംസ് അല്ലേ? മൊത്തത്തിൽ എത്ര ഔട്ട്കംസ് പോസിബിൾ ആണ്? മൊത്തം എത്ര ബോൾസ് ഉണ്ടോ അത്രയും പോസിബിൾ ആണ് അല്ലേ? സോ 8 7 15 പോസിബിൾ ആണ്. അത്രയും സിമ്പിൾ ആസ് ദാറ്റ്. ആ ഒരു ലോജിക്ക് കത്തുക എന്നുള്ളത് മാത്രമേ ഇതിനകത്ത് ചെയ്യാനുള്ളൂ. എന്താ ചെയ്തത്? നമ്മൾ പറഞ്ഞത് ടോട്ടൽ പോസിബിൾ ഔട്ട്കംസ് ആണ് താഴെ എഴുതുക. ടോട്ടൽ പോസിബിൾ ഔട്ട്കംസ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഏത് ബോൾ വേണമെങ്കിലും എടുക്കാമല്ലോ അല്ലേ?
അപ്പോൾ എത്ര ടോട്ടൽ ബോൾ ഉണ്ട്? 15 ബോൾ ഉണ്ട്. അതെല്ലാം ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം, ഒരു കുഴപ്പമില്ല. നമ്മളോട് നമുക്ക് പറഞ്ഞ കണ്ടീഷൻ എന്താണ്? നോട്ട് യെല്ലോ ആവരുത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ യെല്ലോ ആവരുത് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുകിൽ റെഡോ ബ്ലാക്കോ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ റെഡ് ഓർ ബ്ലാക്ക് എന്ന് മാത്രം എന്നുള്ളതാണ് നമ്മുടെ ഫേവറബിൾ ഔട്ട്കം എന്ന് പറയുന്നത്. അത് എത്ര എണ്ണം ഉണ്ട്? റെഡ് പ്ലസ് ബ്ലാക്ക് ഇസ് 8. സോ 8/15. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അത്രയേ ഉള്ളൂ. പ്രോബബിലിറ്റി ഇറ്റ്സ് ഈസി ഇഫ് യു നോ വാട്ട് ഇറ്റ് ആക്ച്വലി ഈസ് ഡൂയിങ്. ഓക്കെ, ഇനി ഏതാ? സിമ്പിൾ. ഇത് നോക്കി. Two dice are thrown simultaneously. The probability that the sum of numbers is obtained is divisible by 7. Okay, divisible by 7 എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ ഓവർ ആക്കിയതാണ്. ആകെ ഡൈ എറിഞ്ഞാൽ ഇപ്പോൾ എത്രയാണ് മാക്സിമം കൂട്ടിയാൽ കിട്ടുക? 6. ഒരു സൈഡിൽ 6 മറ്റേ 6 വന്ന് വിചാരിക്കുക. 12 പറ്റുള്ളൂ അല്ലേ? അതായത് 2 ഡൈ എറിയുമ്പോൾ ഒരു ഡൈയിൽ 6 വന്ന് മറ്റേലും 6 വന്നാൽ മാക്സിമം 12 കിട്ടുള്ളൂ. അപ്പോൾ ഡിവിസിബിൾ ബൈ 7 എന്ന് പറഞ്ഞാൽ ആകെ 7 കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ അല്ലേ? അല്ലാണ്ട് 14ഉം 28ഉം ഒന്നും കിട്ടുമൊന്നുമില്ല 2 ഡൈ എറിഞ്ഞാൽ. അപ്പോൾ ടു ലുക്ക് ദ ക്വസ്റ്റ്യൻ കോംപ്ലിക്കേറ്റഡ് ആക്കി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഡിവിസിബിൾ ബൈ 7 എന്നൊക്കെ പറഞ്ഞത്. അവർക്ക് വെറുതെ സമ്മ് രണ്ടിനും കൂടി സമ്മ് 7 കിട്ടുക എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഡു ദാറ്റ്. ഓവർ ആക്ടിങ് ആണ് നടക്കുന്നത്. ഓക്കെ, സോ 7 കിട്ടണം. 7 കിട്ടാൻ ഒരു ഡൈയിൽ 1 വീണെന്ന് വിചാരിക്കാം, മറ്റേൽ 6 വീണെന്ന് വിചാരിക്കാം. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എത്ര കിട്ടും? 7 കിട്ടും അല്ലേ? ഒരു ഡൈയിൽ 2 വീണെന്ന് വിചാരിക്കാം, മറ്റേ ഡൈയിൽ എത്ര വീഴണം ഇത് കിട്ടാൻ? 5 അല്ലേ? ഇത് 3 വീണാൽ 4 വീണാൽ 3, 5 വീണാൽ 2, 6 വീണാൽ 1. ഓക്കെ, സോ ഇതൊക്കെ എന്താണ്? പോസിബിൾ ആണ്. അതായത് 1 6, 2 5, 3 4, 4 3, 5 2, 6 1. ഇതൊക്കെ പോസിബിൾ അല്ലെങ്കിൽ ഫേവറബിൾ ഔട്ട്കംസ് ആണ്. എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6. 6 എണ്ണമാണ് പോസിബിൾ ഔട്ട്കംസ്. ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? ഒരു ഡൈ 2 തവണ എറിയുമ്പോൾ എത്ര ഉണ്ടാവും എന്ന് പറഞ്ഞത്? 6 2 എണ്ണം ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഇറ്റ്സ് 2 ഡൈസ്, സോ ദിസ് ഇസ് ബേസിക്കലി 36. സോ 6 by 6 square is 36. So it's basically 1/6. അത്രയേ ഉള്ളൂ. As simple as that. 1/6. അത്രയേ ഉള്ളൂ. 7 1 സമ്മ് 7 1. ഇനി സമ്മ് ഇപ്പോൾ സമ്മ് 6 വരണം എന്ന് പറഞ്ഞു വിചാരിക്കാം. സം എഴുതണോ കാര്യമായിട്ട്? ഓക്കെ, അങ്ങനെ തന്നെ എഴുതാം. ആദ്യമായിട്ടല്ല നിങ്ങൾ ചെയ്യുന്നത്. സോ 2 dice are thrown ഈ ടൈപ്പ് ചെയ്ത് സൈമൾട്ടേനിയസ്ലിൻ്റെ സ്പെല്ലിംഗ് ഒന്നും അറിയണ്ടായിരുന്നു. ദ പ്രോബബിലിറ്റി ഓഫ് ദ സം ബീയിങ് 6 ഈസ് അങ്ങനെ ചോദിച്ചെന്ന് വിചാരിക്കുക. അതായത് 2 സ്ഥലത്തതും ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 6 കിട്ടണം. ഓക്കെ, അപ്പോൾ 1 വന്നാൽ ഇപ്പുറത്ത് എന്ത് വരണം? 5 വരണം അല്ലേ? 2 വന്നാൽ ഇപ്പുറത്ത് എന്ത് വരണം? 4 വരണം. 3 വന്നാൽ ഇപ്പുറത്ത് എന്ത് വരണം? 3 വരണം. 4 വന്നാൽ ഇപ്പുറത്ത് എന്ത് വരണം? 2 വരണം. 5 വന്നാൽ ഇപ്പുറത്ത് എന്ത് വരണം? 1 വരണം. 6 വന്നാൽ ഇപ്പുറത്ത് 0 ഒന്നും വരാൻ പറ്റില്ല, കാരണം ഡൈയിൽ 0 ഒന്നുമില്ല. സോ അത് പോസിബിൾ അല്ല. എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5. സോ 5. ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 36. ലൈക്ക് ദിസ്. ഇങ്ങനെയാണ് എന്താണ് നമുക്ക് വേണ്ട കേസ് എന്ന് കണ്ടുപിടിച്ച് അത് എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ട് ജസ്റ്റ് അപ്ലൈ ചെയ്യാം. അത്രയേ ഉള്ളൂ. ആയോ? കോൺഫിഡൻസ് ആയോ കുറച്ച്? നമുക്ക് നോക്കാം അല്ലേ. an opaque bag, അതൊക്കെ ചുമ്മാ ഡെക്കറേഷനാണ്. ഒപ്പാക്ക് ബാഗ് എന്ന് പറയുന്നത് നമുക്ക് ഉള്ളിൽ കാണാൻ പറ്റില്ല, അതായത് നോക്കിയെടുക്കാൻ പറ്റില്ല എന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ. an opaque bag containing 3 balls of red, blue and white color respectively. ഏതൊക്കെയാ കളർ? റെഡ്, ബ്ലൂ and white. The ball are pulled out of the bag at random, one after the other one, until the bag is empty. Okay, 3 ബോളാണുള്ളത് ഒരു ബാഗിനകത്ത്, ഓരോന്ന് എടുക്കുന്നു. ഓക്കെ,
ദ പ്രോബബിലിറ്റി ദാറ്റ് ദ റെഡ് ബോൾ ഇസ് പിക്ഡ് ബിഫോർ ദ വൈറ്റ് ബോൾ, അതായത് വൈറ്റ് ബോൾ കിട്ടുന്നതിന് മുന്നേ നമുക്ക് റെഡ് ബോൾ കിട്ടണം. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പം അതിൻ്റെ പ്രോബബിലിറ്റി എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഒന്നേ നമുക്ക് എല്ലാ പോസിബിലിറ്റീസും എഴുതി ചെയ്യാം. അങ്ങനെ ആദ്യം ചെയ്ത് നോക്കാം അല്ലേ. ആർ ഉണ്ട്, ബി ഉണ്ട്, ഡബ്ല്യു ഉണ്ട്. അപ്പോൾ ഇതെന്തൊക്കെ പോസിബിളാണ്? ആറ് ബി ഡബ്ല്യു എന്നാക്കാം, ബി ആർ ഡബ്ല്യു എന്നാക്കാം, ഇനി എന്താ ബി ഡബ്ല്യു ആർ എന്നാക്കാം. ഇനി എന്താ ഉള്ളത്? കഴിഞ്ഞോ? അയ്യോ, ആർ ഓക്കെ, ആർ ഡബ്ല്യു ബി എന്നാക്കാം. ഞാൻ ഓർഡറിൽ എഴുതാം അല്ലേ, അല്ലെങ്കിൽ എനിക്ക് തന്നെ കൺഫ്യൂഷനാവും. ഇത് ആർ എഴുതുന്നു, ഞാൻ ഈ ഡബ്ല്യു ഇത് ഇവിടുന്ന് മാറാം. ഓക്കെ, ഇനി ബി ഇവിടെ വന്നിട്ട് ആറ് ഡബ്ല്യു എന്ന് വരാം, അല്ലെങ്കിൽ ബി ഡബ്ല്യു ആർ എന്ന് വരാം, അല്ലെങ്കിൽ ഇനി എന്താ ഉള്ളത്? ഡബ്ല്യു ബി ആർ എന്ന് വരാം, ഡബ്ല്യു ആർ ബി എന്ന് വരാം. ഇത്രയല്ലേ പോസിബിലിറ്റീസ് ഉള്ളൂ. ഓക്കെ, ഇനി വേറെ ഒന്നുമില്ലല്ലോ. ഇല്ല. സോ either if you are not confident to go for combinatorialsൻ്റെ കോൺഫിഡൻസസ് അതിൽ ഈസി ആയിട്ട് പുള്ള് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും എഴുതി ചെയ്യാൻ പറ്റും. കുറച്ചധികം സമയം എടുക്കുന്നേ ഉള്ളൂ, പക്ഷേ ആൻസർ കറക്റ്റായിരിക്കും. ഓക്കെ, ചോദിച്ചിരിക്കുന്നത് എന്താ? റെഡ് ബോൾ ഇസ് പിക്ഡ് ബിഫോർ വൈറ്റ് ബോൾ. റെഡ് ആദ്യം എടുക്കണം, പിന്നെ വൈറ്റ് എടുക്കുന്നുണ്ട്. ഇമ്മീഡിയറ്റ്ലി എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പം ചിലപ്പം ഇതെടുത്തിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ബ്ലൂ എടുത്തതിന് ശേഷം വൈറ്റ് എടുക്കാം, അല്ലെങ്കിൽ നേരെ ഇതിന് ശേഷം വൈറ്റ് എടുക്കണം, അങ്ങനെ. ഓക്കെ, ഏതാ ഇമ്മീഡിയറ്റ്ലി എന്നൊന്നും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ആറിന് ശേഷം വൈറ്റ് എടുക്കണം. ശേഷം തന്നെയല്ലേ? ആ പിക്ഡ് ബിഫോർ. ഓക്കെ, അപ്പം ഇതിൽ വൈറ്റിനേക്കാൾ മുന്നേ ആറ് വരുന്നുണ്ടോ? ഉണ്ട്. ഇതിൽ വൈറ്റിനേക്കാൾ മുന്നേ ആറ് വരുന്നുണ്ടോ? ഉണ്ട്. ഇതിൽ വൈറ്റിനേക്കാൾ മുന്നേ ആറ് വരുന്നുണ്ടോ? ഉണ്ട്. ഇതിൽ വൈറ്റിനേക്കാൾ മുന്നേ ആറ് വരുന്നുണ്ടോ? ഇല്ല, ആദ്യം വൈറ്റ് ആണ് വരുന്നത് അല്ലേ. ഇതിൽ വൈറ്റിനേക്കാൾ മുന്നേ ആറ് വരുന്നുണ്ടോ? ഇല്ല. ഇതിൽ വൈറ്റിനേക്കാൾ മുന്നേ ആറ് വരുന്നുണ്ടോ? ഇല്ല. വൈ? ബിക്കോസ് വൈറ്റ് ആണ് ആദ്യം വരുന്നത്, അതിന് ശേഷമാണ് റെഡ് വരുന്നത്. അതാണ് ഇവിടെ വൈറ്റ് ആണ് ആദ്യം വരുന്നത്, അതിന് ശേഷമാണ് റെഡ് വരുന്നത്. ഇറ്റ്സ് നോട്ട് പോസിബിൾ റെഡ് ആദ്യം വരാൻ. സോ ഈ മൂന്നെണ്ണം പറ്റൂല, ഈ മൂന്നെണ്ണം പറ്റും. ഓക്കെ, സിമ്പിൾ ആസ് ദാറ്റ്. എത്ര എണ്ണം നമുക്ക് ഫേവറബിൾ ഉണ്ട്? 3. ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 6. അത്രയേ ഉള്ളൂ. 3/6 എന്ന് പറഞ്ഞാൽ അത്ര ഇതർ 0.5 അല്ലെങ്കിൽ 1/2 എന്താണോ ഓപ്ഷൻ, ഡെസിമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇറ്റ്സ് ബേസിക്കലി 0.5. അത്രയേ ഉള്ളൂ. ഇത് കോമ്പിനറ്റോറിയൽസ് വെച്ചിട്ട് നമുക്ക് സിംഗിൾ സ്റ്റെപ്പിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയും എഴുതാണ്ട്. സോ ബേസിക്കലി ഇവിടെ 3 എണ്ണമാണുള്ളത്, 3 കളേഴ്സ്. സോ 3 എണ്ണം ഡിഫറെൻ്റ് ആണ്. സോ ഇറ്റ് വിൽ ബി 3 ഫാക്ടോറിയൽ. 3 ഫാക്ടോറിയൽ പോസിബിലിറ്റീസ് ആണ് ഉണ്ടാവുക. അതാണ് എന്ത്? 6. സോ 6 പോസിബിലിറ്റീസ് ആണുള്ളത്. ഇതിൽ എന്ത് വേണം? 6 കഴിഞ്ഞിട്ട് ഡബ്ല്യു വേണം. സോ എയ്തർ ഒരു ഒറ്റ യൂണിറ്റ് ആണ്. സോ ബി ക്യാൻ ബി എയ്തർ ഹിയർ, ബി ക്യാൻ ബി എയ്തർ ഹിയർ, or B can be in between. In between, unless B can be in between. സ്പെസിഫൈ ചെയ്യാത്തതുകൊണ്ട്, കറക്റ്റ് ഓർഡറിന് സ്പെസിഫൈ ചെയ്യാത്തതുകൊണ്ട് ഈ 3 പോസിബിലിറ്റീസ് ആണുള്ളത്. സോ ഫേവറേറ്റ് ഇസ് 3. ദാറ്റ്സ് ഇറ്റ്. അങ്ങനെയും ചെയ്യാം. നിങ്ങളെ കോൺഫിഡൻസ് പോലെ വലിയ സാധനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലാണ് കോമ്പിനറ്റോറിയൽസിലേക്ക് പോകേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ എഴുതി ചെയ്യുന്നതായിരിക്കും എപ്പോഴും സേഫ് എന്ന് പറയുന്നത്. ഇനി എന്താണുള്ളത്? ഇത് നോക്കാം. ഇതാണ് എപ്പോഴും ആകെ പ്രോബിലിറ്റിയിൽ നിന്ന് വരുന്നതിൽ ഒരു ചൊറ ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്. സോ ഇതിപ്പോൾ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചൊറ ഒഴിവായി കിട്ടും. ഓക്കെ, 3 കോയിൻസ് ഉണ്ട്. ABC, ടോസ് ഇൻ സക്സഷൻ ഓൺ ദ അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ഫസ്റ്റ് വൺ ത്രോ ഹെഡ് വിൻസ്. ഓക്കെ, ആദ്യം ആര് ഹെഡ് അടിക്കുന്നു, ആര് ഹെഡ് കിട്ടുന്നു, അവർ ജയിക്കും. ഓക്കെ, പ്രോബബിലിറ്റി ദാറ്റ് C വിൻസ്, C ജയിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആദ്യം ഹെഡ് കിട്ടുന്ന ആളാണ് ജയിക്കുക, ആൻഡ് നമുക്ക് C ആണ് ജയിക്കേണ്ടത്. അപ്പോൾ A ആദ്യം എറിയും, B ആദ്യം എറിയും, പിന്നെ C എറിയും. ഓക്കെ, ആദ്യം തന്നെ Aക്ക് ഹെഡ് കിട്ടിയായിരുന്നെങ്കിൽ, ഹെഡ് തന്നെയല്ലേ കിട്ടേണ്ടത്? ആദ്യം തന്നെ Aക്ക് ഹെഡ് കിട്ടിയായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? കളി അവിടെ കൊണ്ട് അവസാനിച്ചേനെ. അപ്പോൾ ഇത് കൂട്ടൂല. Aക്ക് ടെയിൽ കിട്ടിക്കഴിഞ്ഞാൽ Bക്ക് ചാൻസ് കിട്ടും എറിയാൻ വേണ്ടിയിട്ട് അല്ലേ. എന്നിട്ട് B ഹെഡ് എടുത്തായിരുന്നെങ്കിൽ B ജയിച്ച് കളി അവിടെ അവസാനിച്ചേനെ. അപ്പോൾ അതും നമുക്ക് പറ്റില്ല, കാരണം നമുക്ക് C വിൻ ചെയ്യാണ് വേണ്ടത്.
സോ എ ടെയിൽ എടുക്കണം, അതിനുശേഷം ബിയും ടെയിൽ എടുക്കണം, എന്നിട്ട് സി ഹെഡ് എടുത്താൽ എന്ത് സംഭവിക്കും? സി ജയിക്കും. ഓക്കെ, സോ ഇത് നമുക്ക് ഫേവറബിൾ ആണ്. അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അടുത്ത റൗണ്ട് നടക്കുന്നതായിരിക്കും. ഇതും ടെയിൽ, സിയും ടെയിൽ എടുത്തു. ഓക്കെ, ദെൻ പിന്നെ എപ്പോഴാണ് സി ജയിക്കുക? പിന്നെ എ പിന്നെയും ടെയിൽ എടുക്കണം, ബി പിന്നെയും ടെയിൽ എടുക്കണം, എന്നിട്ട് സി ഹെഡ് എടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഒരു റൗണ്ട് ഇവിടെ കഴിഞ്ഞു, എല്ലാവർക്കും ടെയിൽ കിട്ടി, ആരും ജയിച്ചില്ല. രണ്ടാമത്തെ റൗണ്ടിൽ പിന്നെ നമുക്ക് സി ജയിക്കണം അല്ലേ? കാരണം ഏത് റൗണ്ടിൽ ജയിക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് സി ജയിക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. ടെയിൽ ഹെഡ് കിട്ടുന്നവരെ ഇവരിങ്ങനെ എറിഞ്ഞുകൊണ്ടേ ആയിരിക്കും. വേറെ ഒരു പണിയില്ലാത്ത മനുഷ്യന്മാരാന്ന് തോന്നി. എന്തൊക്കെ മനുഷ്യന്മാർ ഈ മാത്സിലാണ് ഒരുമാതിരി ഒരു ബോധം ഇല്ലാണ്ട് ഒരു പരിപാടി ചെയ്യുന്ന മനുഷ്യന്മാരൊക്കെ കാണും. നിങ്ങൾ മറ്റേ ട്രോളിലൊക്കെ കാണില്ലേ, ഒരാൾ 40 പൈനാപ്പിൾ മേടിച്ചു കൊണ്ടുപോയി, എന്തിനാ? അയാളെ വീട്ടിൽ പുരേ കൂടാണോ കല്യാണമാണോ? അങ്ങനത്തെ ചോദ്യമൊന്നുമില്ല. ഓക്കെ, ലൈക്ക് ദാറ്റ്. സോ രണ്ടാമത്തെ റൗണ്ടിൽ പിന്നെ എക്കും ടെയിൽ കിട്ടണം, ബിക്കും ടെയിൽ കിട്ടണം, എന്നിട്ട് സി ജയിക്കണമെങ്കിൽ എന്ത് കിട്ടണം? സിക്ക് ഹെഡ് കിട്ടണം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഒരു റൗണ്ട് 3 പേരും ട്രൈ ചെയ്തു, ആർക്കും കിട്ടിയില്ല. പിന്നെ അടുത്ത റൗണ്ടിലേക്ക് പോയി. നമുക്ക് ആര് ജയിക്കേണ്ടത്? സി ജയിക്കണം നമുക്ക് അല്ലേ? സി ജയിക്കണം. സി ജയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പിന്നെ എയും ബിയും തോക്കണം. എയും ബിയും എങ്ങനെയാണ് തോക്കുക? എക്കും ടെയിൽ കിട്ടണം, ബിക്കും ടെയിൽ കിട്ടണം, എന്നിട്ട് സിക്ക് ഹെഡ് കിട്ടണം. ഓക്കെ, അത് പോസിബിൾ ആണ്. ഇനി എപ്പോഴാണ്? ഇവർക്ക് ആദ്യത്തെ റൗണ്ടിൽ ആർക്കും കിട്ടിയില്ല, പിന്നത്തെ റൗണ്ടിലും ആർക്കും കിട്ടിയില്ല, മൂന്നാമത്തെ റൗണ്ടിലേക്ക് ഇവർ പോയി. ഓക്കെ, സോ ദിസ് ഇസ് ഫസ്റ്റ് റൗണ്ട്, ദിസ് ഇസ് സെക്കൻഡ് റൗണ്ട്. മൂന്നാമത്തെ റൗണ്ടിൽ എന്ത് വരണം? മൂന്നാമത്തെ റൗണ്ടിൽ സി ജയിക്കണമെങ്കിൽ എഗെയിൻ എയും ബിയും ടി കിട്ടണം, എന്നിട്ട് സിക്ക് എച്ച് കിട്ടണം. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയാണ് ഇത് പോകുന്നത്. ഇതാണ് സി ജയിക്കാനുള്ള സാധ്യതകൾ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ്. ഓക്കെ, അപ്പം ഈ കേസിൽ ഇത് വരാനുള്ള സാധ്യത എത്രയാണ്? ദിസ് ഇസ് ജസ്റ്റ് ഒറ്റൊന്നേ ഉള്ളൂ അല്ലേ? നമ്മളെ 3 എണ്ണത്തിൽ ഒറ്റൊന്നേ പോസിബിൾ ഉള്ളൂ. സോ ദിസ് ഇസ് 1/8. ഓക്കെ, ഇതും ഒറ്റ ഒരു കേസേ ഉള്ളൂ മൊത്തത്തിൽ. പക്ഷെങ്കിൽ ഇത് എത്ര കോയിൻസ് ഇവിടെ ടോസ് ആവുന്നുണ്ട്? 1 2 3 4 5 6 അല്ലേ? 6 കോയിൻസ് ടോസ് ആവുന്നുണ്ട്. സോ ഇത് 2 ക്യൂബാണ്. 6 കോയിൻസ് ടോസ് ആകുമ്പോൾ എത്ര പോസിബിലിറ്റീസ് ഉണ്ടാവുന്നതാണ് നമ്മൾ പറഞ്ഞത്? 2⁶ ഉണ്ടാകും. ഇവിടെ എത്ര എണ്ണം ടോസ് ആവുന്നുണ്ട്? 1 2 3 4 5 6 7 8 9 കോയിൻസ് ടോസ് ആവുന്നുണ്ട്. സോ 2⁹ പോസിബിലിറ്റീസ് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇതിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. ഇവർക്ക് നേരം വെളുത്താലും പ്രശ്നമില്ല, ഇരുട്ടായാലും പ്രശ്നമില്ല, ഒന്നുമില്ല, സി ജയിക്കണം. ഓക്കെ, അപ്പം എന്തൊക്കെ ചാൻസ് വരും? ഒന്നുകിൽ ഫസ്റ്റ് റൗണ്ടിൽ സി ജയിക്കാം, അല്ലെങ്കിൽ സെക്കൻഡ് റൗണ്ടിൽ സി ജയിക്കാം, അല്ലെങ്കിൽ തേർഡ് റൗണ്ടിൽ ജയിക്കാം, അല്ലെങ്കിൽ അടുത്ത 4th റൗണ്ടിൽ ജയിക്കും. ഇതിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും ഇൻഫിനിറ്റിക്ക്. ഓക്കെ, ഈ സമ്മാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇൻഫിനിറ്റ് സമ്മിൻ്റെ ഒരു ജനറൽ ടേം ആണ് ഇഫ് യു ഹാവ് സംതിങ് കോൾഡ് a raised to r, a raised to r square, a raised to r cube. ഇങ്ങനെ ഇൻഫിനിറ്റിക്ക് പോവുകയാണെന്ന് വിചാരിക്കുക. അവർ r is less than 1. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സമ്മ് എന്ന് പറയുന്നത് a/1 - r ആയിരിക്കും എന്നാണ് പറയുന്നത്. a എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫസ്റ്റ് ടേം, r എന്ന് പറഞ്ഞാൽ ഇതെന്താണ്? മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്ന്. ഇത് നമ്മൾ ഇതുവരെ മെൻഷൻ ചെയ്തിട്ടില്ല. ഇത് നമ്മൾ ജോമെട്രിക്ക് സീക്വൻസസ് സീരീസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? സീക്വൻസ് സീരീസ് ഇല്ല, നിങ്ങൾക്ക് ആ ടോപ്പിക് ഇല്ല അല്ലേ? സീക്വൻസ് സീരീസ് ജസ്റ്റ് ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമുക്ക് ആവശ്യമുള്ള കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ജോമെട്രിക് പ്രോഗ്രഷൻ അതായത് ഒരു നമ്പർ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോവാന്ന് വിചാരിക്കുക. ഓക്കെ, ആൻഡ് മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്പർ, അതായത് ഇപ്പം ഒരു നമ്പർ ഉണ്ട് 3, 3ൻ്റെ കൂടെ 2 ഞാൻ ഗുണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വിചാരിക്കുക. സോ ദിസ് ഇസ് 6, പിന്നെ 2 ഗുണിച്ചാൽ 12, പിന്നെ 2 ഗുണിച്ചാൽ 24. ഇങ്ങനെ ഗുണിച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഇൻഫിനിറ്റിക്കും. പക്ഷെ ഗുണിക്കുന്ന ഏത് നമ്പറാണോ ഗുണിക്കുന്നത് ആ നമ്പർ ഒന്നിനേക്കാൾ ചെറുതാണെങ്കിൽ, ഇവിടെ ഒന്നിനേക്കാൾ ചെറുതല്ല, പക്ഷെ അഥവാ ഒന്നിനേക്കാൾ ചെറുതാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ സമ്മ് എന്ന് പറയുന്നത് ഇതായിരിക്കും എന്നാണ് ജനറൽ ഫോർമുല. നോക്കാം, നമുക്ക് ഞാൻ 1/2 കൊണ്ട് ഗുണിക്കാമെന്നായിരിക്കും. 3/2, 3/4, 3/8 ഇങ്ങനെ ഇത് പോവാന്ന് വിചാരിക്കാം.
ഓക്കെ, ഇപ്പം ഗുണിക്കുന്ന സംഖ്യ ഏതാ? 1/2. അത് 1-നേക്കാൾ ചെറുതാണല്ലോ. അപ്പോൾ ഇതിൻ്റെ സമ്മ്, അതായത് ഇതെല്ലാം കൂടെ കൂട്ടിയ എന്താണെന്നാണ് പറയുന്നത്? a/1 - r. a എന്താ? ഫസ്റ്റ് ടേം. r എന്താ? എന്താണോ നമ്മൾ ഗുണിക്കുന്നത് അത്. ഓക്കെ, സോ ഇറ്റ്സ് ബേസിക്കലി 3/1 കുറച്ച് അര മേലേക്ക് പോകുമ്പോൾ 6. ഓക്കെ, സോ ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞ് ഇതിങ്ങനെ ഇൻഫിനിറ്റി വരെ കൂട്ടിയിട്ട് ഒരു കാര്യമില്ല, പരമാവധി ഇത് 6 വരെ പോകുള്ളൂ. അറിയില്ലേ, നിൻ്റെ ചാട്ടം എങ്ങോട്ടേക്കാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ ഇതിങ്ങനെ താൻ ഇൻഫിനിറ്റി വരെ പോയിട്ട് ഒരു കാര്യമില്ല, ഇത് പരമാവധി പോയാൽ ഇത് 6 വരെ പോകുള്ളൂ, അവിടെ എത്തുമ്പോൾ അങ്ങ് നിൽക്കും. ഓക്കെ, അതാണ് ഐഡിയ എന്ന് പറയുന്നത്. അതാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. ഇതിങ്ങനെ ഇതിപ്പോൾ എന്താ ഇവിടെ ഗുണിക്കുന്നത്? 1/2³ ഗുണിക്കുന്നത് അല്ലേ? ആദ്യം ഇതാണുള്ളത്, അതിൻ്റെ കൂടെ പിന്നെയും 2³ ഗുണിച്ചു, 2³ ഗുണിച്ചു, 2³ ഗുണിച്ചു. 1/2³ എന്ന് പറയുന്നത് എന്താണ്? 1-നേക്കാൾ ചെറുതാണ്. സോ ഇതെന്താ വരിക? അതായത് 1/2³, 1/2⁶, 1/2⁹. ഇതിൻ്റെ സമ്മ് എന്ന് പറഞ്ഞാൽ a/1 - r. എന്തൊരു പേനാണെന്നറിയാ? 1 - r. a എന്താ ഇവിടെ? a ഇതാണല്ലേ ഫസ്റ്റ് ടേം. എന്താ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? അതും ആ നമ്പർ തന്നെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അല്ലേ? അതിൻ്റെ ഒരു സൗകര്യമുണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണെന്നുള്ളത്. സോ ഇറ്റ്സ് ബേസിക്കലി 1/2/3 ഡിവൈഡഡ് ബൈ 1 - അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് ആവശ്യമുണ്ട്. 2³ എന്ന് പറഞ്ഞാൽ 8 ആണ്. ഓക്കെ, 1 - 1/8 എത്രയാണ്? 1/8 ഡിവൈഡ് ബൈ 1/8 കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞത്? ഇത് അപ്പുറത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. സോ ദിസ് ഇസ് 1/8 ഡിവൈഡ് ബൈ 7/8. സോ ഇറ്റ്സ് 1/7. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/8 താഴത്തത് നമ്മൾ എന്താ പറഞ്ഞത്? എപ്പോഴും തിരിഞ്ഞു വരും എന്നാണ് പറഞ്ഞത്. സോ 8 ക്യാൻസൽ ആവും. ദിസ് ഇസ് 1/7. ഓക്കെ, അത്രയേ ഉള്ളൂ. സോ ദിസ് ഇസ് 1/7. ഓക്കെ, ഇതാണ് കൂട്ടത്തിൽ കൊനിഷ്ഠ പിടിച്ച ഒരേ ഒരു ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ളത്. ഇത്രയേ ഉള്ളൂ. ഇതിൽ എ ജയിക്കാനുള്ള സാധ്യത നോക്കണം, വേണ്ട. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കൺഫ്യൂഷൻ ആവുകയാണ് ചെയ്യാൻ നിങ്ങൾക്ക്. ഓക്കെ, സോ ദിസ് ഇസ് ഇറ്റ്. ഇത്രയും ക്വസ്റ്റ്യൻസ് പ്രോബബിലിറ്റിന്ന് ഓക്കെ ഒരെണ്ണം കൂടി. An urn consists of 10 items out of which 4 are defective. 3 items are chosen randomly from the urn. The probability that exactly 2 of them chosen are defective. Okay, 3 എണ്ണം നമുക്ക് സെലക്ട് ചെയ്യുന്നുണ്ട്. കറക്റ്റ് 2 എണ്ണം ഡിഫക്റ്റീവ് ആയിരിക്കണം, ഒരെണ്ണം നോൺ ഡിഫക്റ്റീവ് ആവണം. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത്. 10 items out of 4 are defective. ഓഫ് 10 ഐറ്റം, അതായത് 4 എണ്ണം ഡിഫക്റ്റീവ് ഉണ്ട്, 6 എണ്ണം നോൺ ഡിഫക്റ്റീവ് ഉണ്ട് അല്ലേ? ഇതിൽ 2 ഡിഫക്റ്റീവ് എണ്ണം നമുക്ക് പിക്ക് ചെയ്യണം, ഒരെണ്ണം നോൺ ഡിഫക്റ്റീവ് നമുക്ക് പിക്ക് ചെയ്യണം. ഓക്കെ, വി ക്യാൻ ഗോ ഫോർ വാട്ട്? നമ്മുടെ കോമ്പിനറ്റോറിയൽസിലേക്ക് പോയാലോ? നോക്കാം. അതായത് അത് ഓർഡർ മാറ്റർ ചെയ്യുന്നില്ല, കാരണം ജസ്റ്റ് പിക്ക് ചെയ്യുന്നതായതുകൊണ്ട് ഡയറക്റ്റ്ലി 1/1 എന്നൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് 3 എണ്ണം ഒന്നിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ 4 ഡിഫക്റ്റീവിൽ നിന്ന് നമുക്ക് എത്ര എണ്ണം വേണം? 2 ഡിഫക്റ്റീവ് വേണം. ഓക്കെ, ആൻഡ് 6 നോൺ ഡിഫക്റ്റീവിൽ നിന്ന് നമുക്ക് 1 നോൺ ഡിഫക്റ്റീവ് വേണം. ഓക്കെ, ഇതാണ് കേസസ്. ഇതാണ് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള കേസസ്. മനസ്സിലായിട്ടുണ്ടോ? നമുക്ക് എക്സാക്ട്ലി ടു ഓഫ് ദം ഡിഫക്റ്റീവ് എന്നാണ് പറഞ്ഞത്, ഓർഡർ മാറ്റർ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ 4 എണ്ണമാണ് നമുക്ക് ഡിഫക്റ്റീവ് ഉള്ളത്, അതിൽ നിന്ന് നമുക്ക് 2 എണ്ണം ഡിഫക്റ്റീവ് പിക്ക് ചെയ്യണം. 6 എണ്ണമാണ് നമുക്ക് നോൺ ഡിഫക്റ്റീവ് ഉള്ളത്. അതെവിടെ നിന്നാണ് വന്നത്? കാരണം 4 എണ്ണം ഡിഫക്റ്റീവ് ആണെങ്കിൽ ബാക്കി 6 എണ്ണം നോൺ ഡിഫക്റ്റീവ് അല്ലേ വരുള്ളൂ, വേറെ ഷ്രോഡിഞ്ചേഴ്സ് അവസ്ഥകളൊന്നും ഇല്ലല്ലോ നമുക്ക് തൽക്കാലം ഇവിടെ. ഓക്കെ, ഇറ്റ്സ് ബേസിക്കലി 6 എണ്ണം ഉണ്ട്, അതിൽ ഒരെണ്ണം പിക്ക് ചെയ്യണം. ഇതാണ് നമ്മളുടെ ഫേവറബിൾ കേസസ്. ഓക്കെ, ഇനി ടോട്ടൽ കേസസ് എത്ര എണ്ണമാണുള്ളത്? ജസ്റ്റ് 10 എണ്ണം ഉണ്ട്, അതിനകത്ത് 3 എണ്ണം പിക്ക് ചെയ്യണം, വേറെ കണ്ടീഷൻസ് ഒന്നുമില്ല. ഇതാണ് കോമ്പിനറ്റോറിയൽസ് വഴി ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന ആൻസർ. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. നമുക്ക് അറിയാൻ ബുദ്ധിമുട്ടാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം അതിൽ കംഫർട്ടബിൾ ആണെന്ന് അറിയാത്തതുകൊണ്ട് നമുക്കല്ലാണ്ട് എഴുതി ചെയ്യുന്ന മെത്തേഡും നോക്കാം. എഴുതി ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരിക? നമുക്ക് 3 പൊസിഷൻസ് ആണുള്ളത്.
ഓക്കെ, രണ്ട് ഡിഫക്റ്റീവ്, ഒരു നോൺ ഡിഫക്റ്റീവ് ഫ്രം 6 നോൺ ഡിഫക്റ്റീവ്, 4 ഡിഫക്റ്റീവ് പ്ലസ് 6 നോൺ ഡിഫക്റ്റീവ്. ഓക്കെ, okay, so here we can okay, so yeah, ഇവിടെയൊക്കെ ശ്രദ്ധിക്കുക. എങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 ഡിഫക്റ്റീവ് എടുക്കണം, ഒരു നോൺ ഡിഫക്റ്റീവ് എടുക്കണം. സോ ഇറ്റ്സ് ബേസിക്കലി നമുക്ക് ആദ്യം ഡിഫക്റ്റീവ് എടുത്തിട്ട് പിന്നെ ഡിഫക്റ്റീവ് എടുത്തിട്ട് പിന്നെ നോൺ ഡിഫക്റ്റീവ് എടുക്കാം, ആദ്യം ഡിഫക്റ്റീവ് എടുത്തിട്ട് പിന്നെ നോൺ ഡിഫക്റ്റീവ് എടുത്തിട്ട് പിന്നെ ഡിഫക്റ്റീവ് എടുക്കാം, അല്ലെങ്കിൽ ആദ്യം നോൺ ഡിഫക്റ്റീവ് എടുത്തിട്ട് പിന്നെ ഇതെടുത്തിട്ട് പിന്നെ ഇതെടുക്കാം. ഓക്കെ, സോ ഇങ്ങനെ 3 പോസിബിലിറ്റീസ് ആണ് ഉള്ളത് അല്ലേ, കാരണം 2 എണ്ണം എക്സാക്ട്ലി 2 എണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ പ്രോബബിലിറ്റി എന്താണ്? നമുക്ക് എത്ര ഡിഫക്റ്റീവ് എണ്ണം ഉണ്ട്? 4 എണ്ണം ഔട്ട് ഓഫ് 10 എണ്ണം അല്ലേ. അപ്പം 4 എണ്ണം നമുക്ക് ഫേവറബിൾ ആണ്, 10 എണ്ണം ടോട്ടലുണ്ട് ഇൻറ്റു അതങ്ങ് എടുത്തേ നമ്മൾ, അത് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, സോ ബാക്കി എത്ര എണ്ണം ഉണ്ട്? ബാക്കി 3 ഡിഫക്റ്റീവും 6 നോൺ ഡിഫക്റ്റീവ് ബാക്കിയുള്ളൂ അല്ലേ, കാരണം ഒരു ഡിഫക്റ്റീവ് നമ്മൾ അങ്ങ് എടുത്തു. അപ്പം പിന്നെ രണ്ടാമത്തെ ഡിഫക്റ്റീവിനുള്ള പ്രോബബിലിറ്റി എത്രയാ? 3 ഡിഫക്റ്റീവേ ഉള്ളൂ, ടോട്ടൽ എത്ര എണ്ണേ ഉള്ളൂ? 9 എണ്ണേ ഉള്ളൂ. മനസ്സിലായോ? അതായത് ഇവിടെ 10 എണ്ണം ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ഒന്നങ്ങ് എടുത്തു, ഫസ്റ്റ് ഒരു ഡിഫക്റ്റീവ് നമ്മൾ അങ്ങ് എടുത്തു അതിനകത്തുനിന്ന്. ഓക്കെ, സോ ബാക്കി 9 എണ്ണേ ഉള്ളൂ, അതിൽ 3 എണ്ണേ ഡിഫക്റ്റീവ് ഉള്ളൂ. ഓക്കെ, ഇനി എന്ത് വേണം? ഒരു നോൺ ഡിഫക്റ്റീവ് വേണം. അപ്പം ഇവിടെ ബാക്കി ഇത് എടുത്തു കഴിഞ്ഞപ്പോൾ എന്തുണ്ട്? ഇനി ഇവിടെ 2 ഡിഫക്റ്റീവും ബാക്കിയുണ്ട്, 6 നോൺ ഡിഫക്റ്റീവും ബാക്കിയുണ്ട്. എത്ര എണ്ണം ഉള്ളൂ? 8 എണ്ണം. 8 എണ്ണത്തിൽ നോൺ ഡിഫക്റ്റീവ് എണ്ണമുണ്ട്? 6 എണ്ണം ഉണ്ട്. മനസ്സിലായോ? അതായത് ഒരു ഏൺ ഉണ്ട്, അതിനകത്ത് 9 എണ്ണം ആദ്യം ഉണ്ടായിരുന്നു. ഓക്കെ, അതിൽ ഒരെണ്ണം നമ്മൾ ആദ്യം എടുത്തു, ബാക്കി എത്ര എണ്ണം ഉണ്ട്? 9 എണ്ണം. പിന്നെ ഒരെണ്ണം എടുത്തു, ബാക്കി എത്ര എണ്ണം ഉണ്ട്? 8 എണ്ണം. ഓക്കെ, അതായത് ആദ്യം 4 ഡിഫക്റ്റീവ് ഉണ്ടായിരുന്നു, അതിൽ ഒരു ഡിഫക്റ്റീവ് എടുത്തു, ബാക്കി 3. പക്ഷെ പിന്നെ എടുക്കുന്നത് നോൺ ഡിഫക്റ്റീവ് ആണ്. നോൺ ഡിഫക്റ്റീവ് 6 എണ്ണം ഉണ്ട്, അത് നമ്മളൊന്നും ചെയ്തിട്ടില്ല. സോ ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. അങ്ങനെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രോബബിലിറ്റി വരുന്നത്. മനസ്സിലായോ? ഒരുപക്ഷെ മറ്റേ മെത്തേഡായിരുന്നു കുറച്ചുകൂടെ എളുപ്പം തോന്നുന്നത് അല്ലേ. ഓക്കെ, അതായത് സംഭവം ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഒരു എന്താ പറയുക, ഇത് ഡിഫക്റ്റീവ് നോൺ ഡിഫക്റ്റീവ് എന്ന് പറയുന്നതിന് പകരം ഒരു 4 റെഡ് ബോൾ ഉണ്ടായിരുന്നു. ഓക്കെ, പ്ലസ് 6 ബ്ലൂ ബോൾ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു റെഡ് നമ്മൾ ആദ്യം എടുത്തു. ഓക്കെ, സോ ഇതിൽ നിന്ന് ഒരു റെഡ് പോയി, അപ്പോൾ ബാക്കി 3 റെഡും 6 ബ്ലൂവും മാത്രമേ ബാക്കി ഉണ്ടാവുന്നുള്ളൂ. ഓക്കെ, അതിൽ ഒരു റെഡും കൂടെ നമ്മൾ എടുത്തു, ഇപ്പം 2 റെഡും 6 ബ്ലൂ ആണ്. ഇതിൽ റെഡിനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? 4 റെഡ് ഉണ്ട്, മൊത്തം 10 എണ്ണം ഉണ്ട്. ഇതിൽ റെഡിനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? 3 റെഡ് ഉണ്ട്, 9 ഉള്ളൂ അല്ലേ, 9 മൊത്തം ഉണ്ട്. ഇതിൽ ഇനി ബ്ലൂ ആണ് നമുക്ക് വേണ്ടത്. സോ 6 എണ്ണം ഉണ്ട്, 8 എണ്ണം ടോട്ടലുള്ളത്. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. മനസ്സിലായോ? ഡിഫക്റ്റീവ് നോൺ ഡിഫക്റ്റീവ് എന്നായേ ഉള്ളൂ. ഓക്കെ, ഇതാണെങ്കിലോ ഇതുപോലെ തന്നെയാണ് സംഭവിക്കാം. ആദ്യം 4 എണ്ണം ഉണ്ട്, 10 എണ്ണം, പിന്നെ ഒരു നോൺ ഡിഫക്റ്റീവ് സോ 6/9, പിന്നെ ഇവിടെ 3/8. സോ ബേസിക്കലി ഇത് തന്നെയാണ് വരുന്നത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇവിടെയും അങ്ങനെ തന്നെയാണ് വരിക. അതായത് ന്യൂമറേറ്ററൊക്കെ ഒന്ന് തന്നെയാണ്, ഡിനോമിനേറ്ററൊക്കെ ഒന്ന് തന്നെയാണ്. സോ ഒരേ സാധനം 3 വട്ടം മൾട്ടിപ്ലൈ ചെയ്യുന്നത് പോലെ ഇരിക്കും. ഏത് സാധനം? 4/10 3/9 ഇൻറ്റു 6/8. ഇത് 3 തവണ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇത് എത്രയാണ്? 4 ഇത് വെട്ടിക്കഴിഞ്ഞാൽ 2, ഇതൊന്ന് വെട്ടിക്കഴിഞ്ഞാൽ 3, ഇതൊന്ന് വെട്ടിക്കഴിഞ്ഞാൽ 9. സോ ഇറ്റ്സ് ബേസിക്കലി 3/10 ആണ് വരിക. മനസ്സിലായോ എന്താ സംഭവിച്ചതെന്നുള്ളത്? ആദ്യമായിട്ട് കേൾക്കുന്നതാണെന്നുണ്ടെങ്കിൽ കൺഫ്യൂഷൻ ആയിരിക്കും. ഇവിടം വരെ ഓക്കെ ആണല്ലോ നിങ്ങൾക്ക്? എങ്ങനെയാണ് ഈ 3 എണ്ണം വന്നത് എന്നുള്ളത്? കാരണം അതായത് നമ്മൾ തിരിച്ചിടുന്നില്ലല്ലോ ബോള്, അപ്പോൾ ബോളിൻ്റെ എണ്ണം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളുടെ ടോട്ടൽ നമ്പർ എന്നുള്ളത് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും.
ഓക്കെ, അത് ഏതാണ് എടുക്കുന്നതെന്നനുസരിച്ച് ആ നമ്പറും കുറഞ്ഞുകൊണ്ടിരിക്കും. അല്ലാണ്ട് മറ്റേ ആരായിരുന്നു, കുന്തി ദേവിയോ ആർക്കോ ഇല്ലേ ഒരു അക്ഷയപാത്രം ഇങ്ങനെ എടുക്കുന്നോറും നിറയുന്ന ആ പരിപാടി ഇല്ലല്ലോ ഇവിടെ. എടുക്കുമ്പോൾ ഇതിങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. സോ അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അതാണ് ഒരു കേസ്. ഓക്കെ, അടുത്ത കേസിൽ വ്യത്യാസമൊന്നുമില്ല, ഇത് തന്നെയാണ് വരുന്നത്. കാരണം ആദ്യം 10 ഉണ്ടായിരുന്നു, അതിൽ 4 ഡിഫക്റ്റീവ്, 9 ഉണ്ട്, അതിൽ 6 നോൺ ഡിഫക്റ്റീവ്, പിന്നെ അത് 8 അതിൽ 3 നോൺ ഡിഫക്റ്റീവ്. വ്യത്യാസമൊന്നും സംഭവിക്കുന്നില്ല. ജസ്റ്റ് ഒരേ കേസ്, ജസ്റ്റ് ഡിനോമിനേറ്റർ സ്വാപ്പ് ആവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പം ഒരേ സാധനം തന്നെ 3 വട്ടം ഗുണിക്കുകയാണ് ചെയ്യുന്നത്. ദിസ് ബേസിക്കലി 3/10. നേരത്തെ നമ്മൾ പ്രോബബിലിറ്റി വെച്ച് ചെയ്ത സാധനം, കോമ്പിനറ്റോറിയൽസ് വെച്ച് ചെയ്ത സാധനം നമുക്ക് 3/10 കിട്ടുന്നുണ്ടോ നോക്കണോ നമുക്ക്. ഇതെന്തായിരുന്നു വന്നത്, 4 ഡിഫക്റ്റീവ് എന്ന് 2 ഡിഫക്റ്റീവ് പിക്ക് ചെയ്യുന്നു, 6 ഡിഫക്റ്റീവ് എന്ന് 1 നോൺ ഡിഫക്റ്റീവ് പിക്ക് ചെയ്യുന്നു. ബേസിക്കലി 10 3 പിക്ക് ചെയ്യാണ് നമ്മൾ ടോട്ടൽ ചെയ്യുന്നത്. അപ്പോൾ എത്ര വരുന്നത്, 4C2 ഇൻറ്റു 3 പറഞ്ഞിട്ട് ഞാൻ എങ്ങാനും പറഞ്ഞത് ഉത്തരം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നല്ല കോമഡി ആയിരിക്കും അല്ലേ, അടിപൊളിയായിരിക്കും. നോക്കാട്ടോ, നോക്കാല്ലേ. 4 factorial by 2 factorial 2 factorial into 6 factorial by 5 factorial into 1 factorial. ഓക്കെ, നിങ്ങൾ വിചാരിക്കും ടീച്ചേഴ്സിന് ഇത് ഭയങ്കര എളുപ്പമാണ്, എന്താ ജസ്റ്റ് ചെയ്യാനല്ലേ ഉള്ളൂ. ഇതെങ്ങാൻ കിട്ടിയില്ലെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്ക്. ഇത്രയും പറഞ്ഞിട്ട് കിട്ടുമായിരിക്കുമോ നോക്കാം. This is 3 and 4, this is 2, so this is basically 6. Okay, 6. Okay, അതായത് ഇത് ഞാൻ ജസ്റ്റ് എന്താ പറയുക, ന്യൂമറിക്സ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് മറ്റേ ഈ നാടകത്തിലാണെങ്കിൽ, നാടകത്തിൽ പറ്റത്തില്ല അല്ലേ, സിനിമക്കാർക്കൊക്കെ ആണെങ്കിൽ റീടേക്കിനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് എന്തില്ല, അങ്ങനെ ഒരു ഓപ്ഷനേ ഇല്ല. ഒരിക്കൽ പറഞ്ഞതാ അല്ലേ ക്ലാസ്സിലൊക്കെ. സോ ഇഫ് എനി വൺ ഓഫ് യു വാണ്ടഡ് ടു ഗോ ടു ടീച്ചിങ്, യെസ്, യേ 3/10. ഓക്കെ, അപ്പം ഏതർ കോമ്പിനറ്റോറിയൽസിൽ നിങ്ങൾ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ കോമ്പിനറ്റോറിയൽസ് വഴി പോവുക. മറ്റേത് എഴുതി ചെയ്യുന്നത്, ഈ കേസിൽ എഴുതി ചെയ്യുന്നത് കൺഫ്യൂസിങ് ആയിരുന്നു. ഇഫ് യു ആർ നോട്ട് ഏതൊക്കെ എടുക്കണം, എന്തൊക്കെ എടുക്കണം, എങ്ങനെയൊക്കെ എടുക്കണം, എന്തിനാ ഇതൊന്ന് തീരുമ്പോൾ ഉള്ള പോലെ എടുത്തത്, കാരണം 3 ബോൾ ഒന്നിച്ചല്ലേ എടുത്തത്, അങ്ങനത്തെ കൺഫ്യൂഷൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ കോമ്പിനറ്റോറിയൽസിലായിരിക്കും ചില സമയത്ത് അതായിരിക്കും, ചില സമയത്ത് ഇതായിരിക്കും. ഇതിനങ്ങനെ ഒരു ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഒരു ഫുള്ളി സ്ട്രക്ചർ എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. ഇത് വന്നാൽ ഇന്ന മോഡ് ചെയ്യുക, ഇത് വന്നാൽ ഇന്ന മോഡ് ചെയ്യുക, അങ്ങനെ പോസിബിൾ ആയിട്ടുള്ള ഒരു സാധനമേ അല്ല. ഓക്കെ, കോമ്പിനറ്റോറിയൽസ് വഴി നമ്മൾ എന്താ ചെയ്തത്, അതായത് 10 ഐറ്റം ഉണ്ട്, 6 ഡിഫക്റ്റീവ് ആണ്, 4 നോൺ ഡിഫക്റ്റീവ് ആണ്. നമ്മളോട് പറഞ്ഞത് 4 ഡിഫക്റ്റീവ് പിക്ക്, 2 ഡിഫക്റ്റീവ് പിക്ക് ചെയ്യാന്നാണ്. അപ്പം 4 2 പിക്ക് ചെയ്യുന്നു നമ്മൾ. 4 2 പിക്ക് ചെയ്യുന്നു. അതുപോലെ 6 നോൺ ഡിഫക്റ്റീവ് 1 നോൺ ഡിഫക്റ്റീവ് പിക്ക് ചെയ്യുന്നു. അതാണ് നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ. ജനറലി എന്താണ്, 10 ഉണ്ട്, അതിനകത്തുനിന്ന് 3 പിക്ക് ചെയ്യുന്നു, വേറെ കണ്ടീഷൻസ് ഒന്നുമില്ല. ഓക്കെ, സോ ദാറ്റ്സ് ഹൗ ഇറ്റ് വർക്ക്സ്. ഓക്കെ, സോ ഇത്രയും ഇങ്ങനെ ഇത്ര വരെ പോവില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതിന് മുന്നേ അതിനൊക്കെ കുറച്ചും കൂടി ഈസിയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് വരാമെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ബട്ട് ഇങ്ങനെ വന്നാൽ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് പറഞ്ഞതാണ്. കോയിൻ ഫ്ലിപ്പിങ്ങും ഡൈ എറിയുന്നതും ഒക്കെ തന്നെയാണ് യൂഷ്വലി വരിക. ഇങ്ങനത്തെ ബോളൊക്കെ വരുന്നത് കേസസ്, കമ്മിറ്റിയുടെ കേസസ് ഒക്കെ ഭയങ്കര കുറച്ചാണ് വരാറുള്ളൂ. ബട്ട് എനിവേ നമുക്ക് നോക്കാം. ഓക്കെ, ഇതിൽ ചെയ്യാൻ ഉള്ളത് എത്രത്തോളം ക്വസ്റ്റ്യൻ ചെയ്യുന്നുവോ അത്രയും നല്ലതായിരിക്കും. ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ NCERT അവൈലബിൾ ആണ്, ഞാനത് അപ്ലോഡ് ചെയ്തിരിക്കാം. അതിൽ വർക്കൗട്ട് ചെയ്തിരിക്കുന്ന എക്സാമ്പിൾസ് ചെയ്ത് നോക്കിയാൽ മതി. എക്സസൈസ് മിസ്സലേനിയസിലേക്കൊന്നും പോകേണ്ട, ബുദ്ധിമുട്ടായിരിക്കും. ജസ്റ്റ് ബേസിക് എക്സാമ്പിൾസ് ചെയ്താൽ മതി, ഒരുപാട് അഡ്വാൻസ് ഒന്നും നിങ്ങൾ ചോദിച്ചിട്ടില്ല. സോ ദാറ്റ്സ് ഇറ്റ്. പിന്നെ അത് വർക്കൗട്ട് ചെയ്ത് നോക്കുക. എന്നാൽ കൂടി ഞാൻ പറയുന്നത്, ഇത് എപ്പോഴും ഒരു മറ്റേ ഹാങ് ഇൻ ദ ബാലൻസ് എന്ന് പറയില്ല, അങ്ങനെ ഒരു സാധനമാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ ചെയ്തത് കൊണ്ട് എന്തെങ്കിലും ഒന്ന് മാറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം കൺഫ്യൂഷൻ ആകും. സോ അഡ്വൈസ് ഇതാണ്, ഇഫ് യു ആർ നോട്ട് കോൺഫിഡൻറ്റ് ഇനഫ്, ഡോണ്ട് അറ്റംപ്റ്റ് ദീസ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, പെട്ടെന്ന് തെറ്റാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയൊരു തെറ്റ് വന്നാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആൻസർ അവർ കറക്റ്റ് ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും.
നമ്മൾ കണ്ണും മൂട്ടി അതെടുത്ത് വെച്ച് കുത്തും, പിന്നെ അതിനെപ്പറ്റി ആലോചിക്കത്ത് പോലും ഇല്ല. ഓക്കെ, അതാണ് ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ആൻസർ ഷുവർ ആണ് എന്നുണ്ടെങ്കിൽ മാത്രം, ഞാൻ വേറെ ഒരു കേസിലും അത് പറഞ്ഞിട്ടില്ല, കാരണം നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ഒരുവിധം ശരിയാവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പക്ഷേ ഈ കേസിൽ മാത്രം ഇഫ് യു ആർ നല്ല കോൺഫിഡൻ്റ് ആണെങ്കിൽ മാത്രം ആൻസർ കുത്തിയാൽ മതി. ഓക്കെ, സോ യാ, ദാറ്റ്സ് ഇറ്റ് പ്രോബബിലിറ്റി. യൂഷ്വലി പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ either കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ടെക്സ്റ്റ് ചെയ്താൽ മതി. ഓക്കെ.